ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻകറിയാണ്. ഇനി ഒരിക്കലെങ്കിലും മീൻകറി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സവാളയാണ്. ഒരു പകുതി സവാള ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഇനി ഒന്ന് വഴണ്ടൊന്ന് വരണം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയ ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങ തിരുവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് തേങ്ങ ചേർത്തൊന്ന് ഇളക്കിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം ഇളക്കിയ ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടുത്ത ശേഷം അതങ്ങ് മാറ്റി വെച്ച് നേരത്തെ നമ്മൾ വെച്ച് കൊടുത്ത ചട്ടി തന്നെ വീണ്ടും ഒന്നും കൂടെ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ ഉള്ളിയും അതുപോലെ തന്നെ മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടമുളകാണ് ചേർത്ത് കൊടുത്തത്. പച്ചമുളകാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അടച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഇതിനകത്ത് ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ചാറിന് വേണ്ടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേള മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനായാലും നമ്മുടെ കറിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീനിവിടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വറ്റിയൊന്ന് കുറുകി വരണം. ഇതാ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.